വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ പ്രിയ ദൈവജനമേ, നിങ്ങളെ എല്ലാവരെയും ഈ വചന ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ദൈവവചനത്തിൻ്റെ മുൻപിൽ ഇരിക്കുന്നത് പോലെ ഒരു ഭാഗ്യം പ്രിയമുള്ളവരെ നമുക്ക് ലഭിക്കുവാനില്ല. ദൈവവചനം ജ്ഞാനമാണ്. ദൈവത്തിൻ്റെ ജ്ഞാനമാണ് വചനം. അപ്പോൾ നാം വചനം കേൾക്കുമ്പോൾ നമ്മിലേക്ക് ജ്ഞാനം കടന്നു വരുന്നു. നമ്മിലെ അജ്ഞതകൾ മാറ്റപ്പെടുന്നു. നാം അറിവുള്ളവരായി മാറുകയാണ് ചെയ്യുന്നത്. ദൈവത്തെക്കുറിച്ച്, ദൈവവചനത്തെക്കുറിച്ച്, ദൈവിക പ്രവർത്തനങ്ങളെക്കുറിച്ച് നാം അറിവുള്ളവരായി മാറുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുമ്പോൾ അജ്ഞാതമായിരിക്കുന്ന പലതും, അദൃശ്യമായിരിക്കുന്ന പലതും നമുക്ക് ദൃശ്യമായി വെളിപ്പെടുത്തിക്കിടും. ഇങ്ങനെ വെളിപ്പെടുത്തി കിട്ടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അപ്പാടെ ഒരു മാറ്റമുണ്ടാകും. ആയതിനാൽ ഏറ്റവും സ്നേഹത്തോടെ, ദാഹത്തോടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും ധ്യാനിക്കുവാനും നമുക്കൊരുങ്ങാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അപ്പാ പിതാവേ, നിന്റെ കരങ്ങളിലേക്ക് ഈ മക്കളെ ഓരോരുത്തരെയും പ്രത്യേകമായി സമർപ്പിക്കുകയാണ്. ഈ ശബ്ദം കേൾക്കുന്ന, ഇത് കാണുന്ന 10,000ങ്ങളിലേക്ക് നിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. അത്ഭുത കൃപ ഒഴുകപ്പെടട്ടെ. ദൈവവചനം ആയിരിക്കുന്ന അർത്ഥത്തിൽ ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും സ്വീകരിക്കുവാനുമുള്ള ഒരു അഭിഷേകം ഇവിടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്.
ഇവരുടെ മക്കളെ സമർപ്പിക്കുന്നു, കുടുംബത്തെ സമർപ്പിക്കുന്നു, ജീവിത പങ്കാളിയെ സമർപ്പിക്കുന്നു. വചനത്തെ അനുസരിച്ചൊരു ജീവിതം നയിക്കുവാൻ, വചനം മക്കളെ പഠിപ്പിക്കുവാൻ ഇവിടെ മേൽ കൃപയൊഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, മേരി മാതാവേ, ഈ കുടുംബത്തിന് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി അമ്മ പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. പ്രിയമുള്ള മാതാപിതാക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം കുട്ടികളെ ദൈവവചനം പഠിപ്പിക്കുക എന്നുള്ളതാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഈ കാലഘട്ടത്തിൽ വളരെ വലുതാണ്. അത് മനുഷ്യവർഗത്തിൻ്റെ ആരംഭം മുതലേ പറയുന്നുണ്ട്. തിരുവചനത്തിലേക്ക് നോക്കുമ്പോൾ അവ നമുക്ക് കാണുവാൻ, പഠിക്കുവാൻ നമുക്ക് സാധിക്കും. സുഭാഷിതങ്ങളുടെ പുസ്തകം 22-ാം അധ്യായം 6-ാം തിരുവചനം, ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി അവരെ അഭ്യസിപ്പിക്കുക, വാർദ്ധക്യത്തിലും അവയിൽ നിന്ന് അവർ വ്യതിചലിക്കുകയില്ല. ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി അവരെ അഭ്യസിപ്പിക്കുക, വാർദ്ധക്യത്തിലും അവയിൽ നിന്ന് അവർ വ്യതിചലിക്കുകയില്ല. അപ്പോൾ ദൈവവചനം ചെറുപ്രായത്തിൽ തന്നെ, ശൈശവത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് തിരുവചനം ഇവിടെ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പം നമ്മൾ നേഴ്സറി ക്ലാസ് മുതൽ LKG ആകുമ്പോഴേ, ആ പ്രായമാകുമ്പോഴേ നമ്മൾ സ്കൂളിലോട്ട് വിടാറുണ്ട്. ചെറുപ്രായത്തിൽ തന്നെ ABCD പഠിക്കാൻ പറ്റുമെങ്കിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ മാത്രമേ നമ്മൾ വിടുകയുള്ളൂ. അപ്പം 3 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടിയെ നമ്മൾ സ്കൂളിൽ അയക്കുന്നുണ്ടെങ്കിൽ അവർ പഠിക്കാൻ പ്രാപ്തിയായിട്ടുണ്ട്. ആ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന അക്ഷരങ്ങൾ പഠിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ തീർച്ചയായും ദൈവവചനവും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ പറ്റിയ സമയമാണത്. ഹല്ലേലൂയ. പണ്ടൊരാൾ ഇങ്ങനെ ചോദിച്ചു, പിള്ളേരുടെ ധ്യാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, സംസാരിച്ചു വന്നപ്പോൾ പറയുകയാണ്, ഈ പിള്ളേരെ ഇപ്പോഴെന്തിനാ ധ്യാനിപ്പിക്കാൻ പോകുന്നത്? ഇപ്പോഴേ എന്തിനാ ഈ പിള്ളേരെ ധ്യാനിപ്പിക്കുന്നത്? അവർ കളിച്ച് നടക്കട്ടെ, കളിച്ച് നടക്കേണ്ട പ്രായമല്ലേ, അവരെ ആധ്യാത്മികത കുത്തി എന്തിനാ നിറയ്ക്കുന്നത് എന്ന്. അത് ഈ ആത്മീയ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന വിഷയം വരും മാത്രമേ ഇങ്ങനെ പറയാറുള്ളൂ. കളിച്ച് നടക്കുന്ന പ്രായത്തിൽ അവരെ ABCD എഴുപ്പിക്കുന്നതിനോ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിടുന്നതിനോ എടുത്താൽ പൊങ്ങിയല്ലാത്ത അനേകം പുസ്തകങ്ങൾ അവർക്ക് വാങ്ങിച്ചു കൊടുത്ത് ഒരു ചുമട് കൊടുക്കുന്നതിനോ ഒന്നും ഒരു മടിയില്ല. തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി അവരെ അഭ്യസിപ്പിക്കുക എന്ന്. ആയതിനാൽ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, ദൈവം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നൽകിയിട്ടുണ്ടെങ്കിൽ ദൈവം നൽകിയ കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ വഴിയിലൂടെ നടത്തുവാൻ, ദൈവത്തിൻ്റെ നിയമങ്ങൾ, ദൈവത്തിൻ്റെ ഹിതങ്ങൾ പഠിപ്പിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ദൈവം നമ്മളെ അതിനാഹ്വാനം ചെയ്യുന്നു. ഹല്ലേലൂയ.
പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞാൻ പറയട്ടെ, ഇന്ന് പല മാതാപിതാക്കൾക്കും ദൈവവചനം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ സമയമില്ല. ഒന്നാമത് വചനം അറിയാൻ മേല, അപ്പന് വചനം അറിയാൻ മേല, അമ്മയ്ക്ക് വചനം അറിയാൻ മേല. ഈ ദാനിയേൽ എവിടെയാണ് കിടക്കുന്നത്, എസക്കിയേൽ എവിടെയാണ് കിടക്കുന്നത്, നാഹൂം എവിടെയാ, യാക്കോബ് എവിടെയാണ് കിടക്കുന്നത് അറിയാൻ മേല. രണ്ട്, അപ്പനും അമ്മയ്ക്കും സമയമില്ല എന്നുള്ളതാണ്. രാവിലെ ഇറങ്ങും, അപ്പൻ ജോലിക്ക് പോവും, അമ്മയും അമ്മയുടേതായി ജോലിക്ക് പോവും, കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകും, വൈകുന്നേരം 3 കൂട്ടർ ഒരു സമയത്ത് വന്നു കയറും. പിന്നെ പലവിധമായ പണിയും പരിപാടികളുമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഓടിച്ചു വിട്ട് അല്പസമയം നേരം ഒന്ന് പ്രാർത്ഥിക്കും. പിന്നെ തീറ്റയും TV കാഴ്ചയും പിന്നെ പിള്ളേരുടെ പഠിത്തവും കാര്യങ്ങളുമാണ്. പിന്നെ വചനം പഠിക്കാനായിട്ട് പ്രത്യേക സമയമില്ല. അതിന് ഞായറാഴ്ച സൺഡേ സ്കൂളിൽ അവരെ അങ്ങ് പറഞ്ഞു വിട്ടാക്കും. പള്ളിക്കാരുടെ ജോലിയാണ് വചനം പഠിപ്പിക്കുക. കാറ്റഗിസം അധ്യാപകരുടെ ജോലിയാണ് കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കുക. അത് ആഴ്ചയിൽ ഒരിക്കൽ 1.5 മണിക്കൂർ നീ പഠിച്ചോണം, നീ പഠിച്ച് നന്നായിക്കോണം. പ്രിയമുള്ളവരെ, അതൊന്നും അല്ല തിരുവചനത്തിലൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കാണ്. കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കേണ്ട കർത്തവ്യം ദൈവം കൊടുത്തിരിക്കുന്നത് അപ്പനും അമ്മയ്ക്കുമാണ്. അതുകൊണ്ട് വചനം പഠിപ്പിക്കേണ്ട ജോലി മറ്റാരെയും നിങ്ങൾ ഏൽപ്പിക്കരുത്. സ്കൂൾ ഫീസ് കൊടുക്കുന്ന ആരാ? അപ്പനും അമ്മയല്ലേ. ബാഗ് വാങ്ങിച്ചു കൊടുക്കുന്നത് അപ്പനും അമ്മയല്ലേ. പുസ്തകം വാങ്ങിച്ചു കൊടുക്കുന്നത് അപ്പനും അമ്മയല്ലേ. ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കുക, കുട വാങ്ങിച്ചു കൊടുക്കുക, സ്കൂൾ ഫീസ് കൊടുക്കുക, ഇതെല്ലാം അപ്പനും അമ്മയല്ലേ ചെയ്യുന്നത്. ഈ കുഞ്ഞിന് ആഹാരം വാങ്ങിച്ചു കൊടുക്കുന്ന ആരാ? അപ്പനും അമ്മയല്ലേ. ഈ കുഞ്ഞിന് അസുഖം വന്നാൽ ആരാ കൊണ്ടുപോകുന്ന ആശുപത്രിയിൽ? പള്ളിക്കാരാണോ കൊണ്ടുപോകുന്നത്? അല്ല, അപ്പനും അമ്മയുമാണ് ആശുപത്രി കൊണ്ടുപോകുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം വേണ്ട ഉത്തരവാദിത്വത്തോടെ താമസം കൂടാതെ നിങ്ങൾ നിർവഹിക്കുന്നുവെങ്കിൽ അതിനേക്കാൾ അതിപ്രധാനമായ ആത്മാവിനെ ബാധിക്കുന്ന പ്രശ്നമാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഇതും അപ്പനും അമ്മയും വേണം നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുവാൻ, പഠിപ്പിക്കുവാൻ, പരിശീലിപ്പിക്കുവാൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 6-ാമത്തെ തിരുവചനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. മാതാപിതാക്കളോട് ദൈവം പ്രത്യേകമായ ഒരു കൽപ്പന കൊടുക്കുകയാണ്. എന്താണ് ആ വചനം? ഞാൻ ഈ കൽപ്പിക്കുന്ന കൽപ്പനകൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഈ കൽപ്പിക്കുന്ന കൽപ്പനകൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. മാതാപിതാക്കളുടെ ഹൃദയത്തിൽ വചനമുണ്ടായിരിക്കണം. ആ ഹൃദയത്തിൽ നിന്നാണ് മക്കളിലേക്ക് ഇതാ വചനം കടന്നു പോകേണ്ടത്. അപ്പോൾ അപ്പനും അമ്മയ്ക്കും വചനമുണ്ടായിരിക്കണം. എന്നിട്ട് വീണ്ടും എന്താ പറയുന്നത്? ജാഗരൂകതയോടെ, വളരെ ജാഗ്രതയോടെ, വളരെ സീരിയസ് ആയിട്ട്, വളരെ ഭക്തിപൂർവം, ദൈവഭയത്തോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. ഹല്ലേലൂയ. ചുമ്മാ പറഞ്ഞു പോയാൽ പോരാ, കഥ പറഞ്ഞു പോയാൽ പോരാ, അവ പഠിപ്പിക്കണം. കുഞ്ഞുങ്ങളെ നോക്കി നമ്മൾ സ്കൂൾ വിഷയങ്ങളൊക്കെ പറയാറില്ലേ? പഠിക്കട 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 എന്ന് പറഞ്ഞുകൊണ്ട് കുത്തിയിരുത്തി പറഞ്ഞു കൊടുത്ത് തലക്കെട്ടടിയും കൊടുത്ത് നമ്മൾ പഠിപ്പിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, അത് അവരുടെ ആത്മാവിനെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ല. എന്നാൽ ദൈവവചനം എന്ന് പറയുന്നത് അവരുടെ ആത്മാവിന് വേണ്ട പരിപോഷണമാണ്.
അവ ജാഗരൂകതയോടെ. അപ്പം ഈ കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത, ഗൗരവം ഇവിടെ വളരെ വ്യക്തമായി ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക. ജാഗരൂകതയോടെ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. എപ്പോഴാണ് പഠിപ്പിക്കേണ്ടത്? ആഴ്ചയിൽ ഒരിക്കൽ 1 മണിക്കൂർ വാടാ വചനം പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് പഠിപ്പിക്കലല്ല. അനുദിന ജീവിതത്തിൽ സ്വാഭാവികമായ നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. വീട്ടിലായിരിക്കുമ്പോൾ അപ്പനും അമ്മയും മക്കളോട് എന്നാ പറയണം? ദൈവവചനം പറയണം. യാത്ര ചെയ്യുമ്പോൾ നാട്ടുകാര്യങ്ങളല്ല പറയേണ്ടത്, ക്രിക്കറ്റ് കളിയുടെ കാര്യങ്ങളല്ല പറയേണ്ടത്. പിന്നെയോ യാത്ര ചെയ്യുമ്പോഴും കിടക്കാൻ നേരത്തും. കണ്ടോ, പണ്ടൊക്കെ വല്യമ്മച്ചിമാരും അമ്മച്ചിമാരൊക്കെ കുട്ടികളെ രാത്രി ഉറക്കാൻ നേരത്ത് ഈശോയുടെ കഥകളും വിശുദ്ധന്മാരുടെ കഥകളും കാവൽ മാലാഖമാരുടെ കഥകളൊക്കെ പറഞ്ഞ് ആണ് കുഞ്ഞുങ്ങളെ ഉറക്കുന്നത്. അത് കേട്ട കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നത് തന്നെ. ഇന്ന് അതിന് സമയമുണ്ടോ? ഇന്ന് ടി വിയുടെ മുമ്പിലാണ്, മൊബൈലിൻ്റെ മുമ്പിലാണ്. അപ്പോൾ ഉറങ്ങുമ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഇപ്പം എന്നാ എഴുന്നേൽക്കുമ്പോഴും കേൾക്കുന്നത് പഠിക്കടാ എന്നാണ് പറയുന്നത്. പഠിക്കടാ. അപ്പോൾ മാതാപിതാക്കൾ രാത്രി കിടക്കുമ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. ഏതിനെപ്പറ്റി? ദൈവവചനം. ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെക്കുറിച്ച്, ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തിയെക്കുറിച്ച്, ദൈവവചനത്തെക്കുറിച്ച്. പ്രിയ മാതാവേ, പിതാവേ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം എന്ന് ഇതൊരു കൽപ്പനയായിട്ട് ഇവിടെ നൽകിയിരിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇത് മാതാപിതാക്കൾക്കുള്ള കൽപ്പനയാണ്. കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകാതിരിക്കണമെങ്കിൽ മാതാപിതാക്കളെ നിങ്ങൾ കൊടുക്കേണ്ടവനെ കൊടുക്കേണ്ടത് കൊടുക്ക്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ സമയം മാറ്റിവെക്കണം. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒരു ദിവസം ഒരു 10 മിനിറ്റെങ്കിലും ദൈവവചനം പറയുവാൻ, പഠിപ്പിച്ചു കൊടുക്കുവാൻ. മറ്റ് സ്കൂളിലെ വിഷയങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പഠിപ്പിക്കാൻ താല്പര്യം കാണിക്കുന്നത് പോലെ ദൈവവചനം പഠിപ്പിക്കുവാൻ നിങ്ങൾ താല്പര്യമുണ്ടായിരിക്കണം. ആദ്യം നിങ്ങൾ തന്നെ വചനം പഠിക്ക്. വചനവുമായിട്ടൊരു ബന്ധമുണ്ടാകട്ടെ. നിങ്ങളിൽ നിന്ന് വചനം കുഞ്ഞുങ്ങൾ പഠിക്കട്ടെ. എങ്കിൽ മാത്രമേ ഈ തലമുറ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എന്തിനേറെ കുറ്റപ്പെടുത്താറുണ്ട് നിങ്ങൾ? പറഞ്ഞാൽ കേൾക്കാത്ത ആ സത്ത്, കന്നുകാലി, മൃഗമേ, എന്തിനാടാ നടക്കുന്നത്? തിന്നാൻ തന്നെ മുട്ടിഞ്ഞോളും ഒക്കെ ഉണ്ടായിക്കോളും. ചില മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ നോക്കി വിളിക്കുന്നത് കേട്ട് കഴിയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കാരണം അത്രമാത്രം പ്രവൃത്തികളാണ് കുഞ്ഞുങ്ങൾ ചെയ്യുന്നത്. ആ കുട്ടികൾ അങ്ങനെ ആയതിന് കാരണമെന്താ? മാതാപിതാക്കളായി നമുക്കും അതിൻ്റെ ഒരു ഭാഗമുണ്ട്. നാം കൊടുക്കേണ്ടവനെ കൊടുത്തിട്ടില്ല, കൊടുക്കേണ്ട വചനം കൊടുത്തില്ല, സുവിശേഷം കൊടുത്തില്ല, വചനം പഠിപ്പിച്ചില്ല നമ്മൾ. എന്നിട്ട് ഇന്ന് കുഞ്ഞുങ്ങളെ നമ്മൾ കുറ്റപ്പെടുത്തുന്നവരായി മാറുക. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വചനം കൊടുക്ക്, വചനത്തിലൊരു പരിശീലനം കൊടുക്ക്. പ്രിയമുള്ളവരെ, എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ കുടുംബ പ്രാർത്ഥന എല്ലാ ദിവസവും വൈകുന്നേരം 6 മണി മുതൽ 8 മണി വരെ കുടുംബ പ്രാർത്ഥനയാണ്. ചിലപ്പോൾ അതിൽ കൂടുതലും 8:15, 8:30 വരെയൊക്കെ പലപ്പോഴും പോയിട്ടുണ്ട്. അപ്പോൾ ഈ 6 മണി മുതൽ തുടങ്ങുന്ന ഒരു ശുശ്രൂഷ ശരിക്കൊരു പ്രാർത്ഥനാ ഗ്രൂപ്പ്, പ്രേ ഗ്രൂപ്പിൽ എന്തു നടക്കുന്നു അതുപോലെ തന്നെയാണ് എൻ്റെ കുടുംബ പ്രാർത്ഥന നടക്കുന്നത്. അരമണിക്കൂർ കൊണ്ട് ഓടിച്ചു വിട്ട് തീർക്കുന്ന പരിപാടിയല്ല.
പ്രൈസ് ആൻഡ് വർഷിപ്പ്, പാട്ട്, പരിപാടി ഇതെല്ലാം ഉണ്ട്. വ്യക്തിപരമായി കുഞ്ഞുങ്ങൾ പഠിക്കും. അല്ലെങ്കിൽ വ്യക്തിപരമായി കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്നു, സ്പോണ്ടേനിയസ് ആയിട്ട് പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നു, മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു. ഇതിൻ്റെ ഇടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവവചനം പഠിക്കുക, ധ്യാനിക്കുക എന്നുള്ളതാണ്. എല്ലാവരുടെ കയ്യിലും ബൈബിളുണ്ട്. ബൈബിളൊക്കെ ആയിട്ട് കുടുംബ പ്രാർത്ഥന സമയത്ത് ഈ മക്കൾ വരുന്നത്. മൂത്തവർ 4 പേര് 5 പേര് അവരുടെ കയ്യിൽ ബൈബിളുണ്ട്. ആ ബൈബിളുമായിട്ട് വന്ന് ആ സമയം, ആ സെക്ഷൻ്റെ സമയമാകുമ്പോൾ എല്ലാവരും ഒരേ പാരഗ്രാഫ് വായിച്ച് ധ്യാനിക്കാറുണ്ട്. ചില അധ്യായങ്ങൾ, ഓരോ അധ്യായങ്ങൾ സങ്കീർത്തനം അല്ലാത്ത സുവിശേഷങ്ങളിൽ നിന്നുള്ളതെല്ലാം ഒന്നിച്ച് വായിക്കാറുണ്ട്. അതുകൂടാതെ ഓരോരുത്തരും ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് അത് എല്ലാവരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അതിനെക്കുറിച്ച് അവർക്കറിയാവുന്ന വിധത്തിൽ ഒരു സന്ദേശം, ഒരു ടോക്ക് അവർ നൽകാറുണ്ട്. ഞാൻ എന്തിനത് ചെയ്യുന്നത്? വീട്ടിൽ കുഞ്ഞുങ്ങൾ പഠിക്കണം, കുഞ്ഞുങ്ങൾ പരിശീലിക്കണം, കുഞ്ഞുങ്ങൾക്ക് ഒരു പരിശീലനം കൊടുക്കുക. മാത്രമല്ല ഒരു ഭാഗമെടുത്ത് ഞാനും കൂടി അവർക്ക് വചനം അവർക്ക് ഷെയർ ചെയ്ത് മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. ചോദ്യങ്ങൾ ഞാൻ അവരോട് ചോദിക്കും. അവർ ചില ചോദ്യങ്ങൾ അവരുത്തരം പറയും. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വചനത്തിൽ നിന്ന് ഞാൻ അവർക്ക് വിശുദ്ധീകരിച്ച് ഉത്തരം കൊടുക്കാറുണ്ട്. അവരത് വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. നല്ല ഒരു സമയം എല്ലാ ദിവസവും ദൈവവചനം വായിക്കാനും പഠിക്കാനും ധ്യാനിക്കാനും മാത്രമല്ല വചനം പറയാനും എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അവസരമുണ്ടാക്കി കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കുടുംബനാഥൻ കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് വീട്ടിലുണ്ടായിരിക്കണം. കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ, സമയം കിട്ടുമ്പോൾ, വൈകുന്നേരം കിടക്കാൻ നേരത്ത് ഒക്കെ സമയത്ത് കുഞ്ഞുങ്ങൾ വചനം പഠിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നശിച്ചു പോകുകയില്ല. ഈ വിതയ്ക്കപ്പെട്ട വചനം, നിങ്ങളിൽ നിന്ന് കേട്ട വചനം, അവർ ധ്യാനിച്ച വചനം അവരുടെ ഉള്ളിൽ സമയമാകുമ്പോൾ ക്രിയ ചെയ്യപ്പെടും. സമയമാകുമ്പോൾ തക്ക സമയത്ത് ആ വചനം ഫലമേകും. 60, 80, 100 മേനികൾ ഫലം പുറപ്പെടുവിക്കുന്ന കുഞ്ഞുങ്ങളായി മാറ്റപ്പെടും. ദൈവവചനമാകുന്ന ഈ പാറയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് പണിതുയർത്താം. അവർ ഏത് കൊടുങ്കാറ്റടിച്ചാലും, ഏത് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ അവരുടെക്കെതിരെ ആഞ്ഞടിച്ചാലും അവർ തകർന്നു പോകുകയില്ല, അവർ വീണു പോകുകയില്ല. അതുകൊണ്ട് ഈ കാര്യം ഓർക്കുക. ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി അവരെ അഭ്യസിപ്പിക്കുക. വാർദ്ധക്യത്തിലും അവരിൽ നിന്നും അവർ വ്യതിചലിക്കുകയില്ല. ഈ അഭിഷേകം നമ്മുടെ മേൽ ലഭിക്കുവാൻ ഇന്നു മുതൽ ഈ അഭിഷേകത്തോടെ നിറഞ്ഞ് ദൈവം നൽകിയ കുഞ്ഞുങ്ങളെ ദൈവത്തിനായി വചനം കൊടുത്ത് പരിശീലിപ്പിച്ച് വളർത്തുവാൻ നമുക്ക് ദാഹിക്കാം, ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ, നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ആ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകാതിരിക്കുവാൻ, വിശുദ്ധിയിൽ വളരുവാൻ നമുക്ക് ഒരു പരിശീലനം കൊടുക്കാം. ദൈവം നിങ്ങളുടെ കൈകളിൽ ആ മക്കളെ നൽകിയിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ വിശുദ്ധിയിൽ വളർത്തേണ്ടത്, വചനത്തിൽ വളർത്തേണ്ട ദൗത്യം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ആ കുഞ്ഞുങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി ഈ ഒരു കരങ്ങളെയും ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഒഴുകട്ടെ. എല്ലാ മാതാപിതാക്കളിലേക്ക് ഈ അഭിഷേകം ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ വചനത്താൽ നിറഞ്ഞ് കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കുന്നവരായി മാറുവാൻ, കുഞ്ഞുങ്ങൾക്ക് വചനത്തിൻ്റെ പരിശീലനം കൊടുക്കുവാൻ, വീട്ടിലായിരിക്കുമ്പോഴും നാട്ടിലായിരിക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി മക്കളോട് സംസാരിക്കാനുള്ള അഭിഷേകം അവിടെ മേൽ വ്യാപരിക്കട്ടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇവിടെ കുഞ്ഞുങ്ങൾ വചന വചനത്തിൽ ആഴപ്പെട്ട ഒരു ജീവിതം നയിക്കുവാൻ ഇവിടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വിശുദ്ധിയിൽ വളരട്ടെ, വിശ്വാസത്തിൽ വളരട്ടെ. അത്യുന്നതിന്റെ ശക്തി ഈ കുടുംബത്തിന് മേല, ദമ്പതികളുടെ മേല, ഈ മക്കളുടെ മേൽ ഉരുകട്ടെ പ്രാർത്ഥിക്കുന്നു. തലമുറകൾക്ക് അനുഗ്രഹമായി ഇവരുടെ കുഞ്ഞുങ്ങൾ മാറ്റപ്പെടട്ടെ. വചനം പഠിക്കുന്ന, പരിശീലിക്കുന്ന, ധ്യാനിക്കുന്ന, വചനം അനുസരിക്കുന്ന കുഞ്ഞുങ്ങളായി ഇവിടെ കുഞ്ഞുങ്ങൾ മാറ്റപ്പെട്ട് തലമുറകൾക്ക് അനുഗ്രഹമായി മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. അഭിഷേക ശക്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ 10,000ങ്ങളിലേക്ക് ഈ അഭിഷേകം വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം കർത്താവേ. യേശുവിൻ്റെ വലിയ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു. നമ്മുടെ നാഥൻ ഒലിവമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. നമ്മുടെ നാഥൻ ഒലിവമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിക്കും.